കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എനിക്ക് ഈ ഒരു ബ്ലൂ വെൽവെറ്റിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ആ ഓർഡർ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ റെസിപ്പിയും ഫില്ലിങ്സും ഡെക്കറേഷനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ സാധിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ ഡെക്കറേഷനൊക്കെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇനി ഒരു ഓർഡർ വരുന്ന സമയത്ത് ഞാൻ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ക്രംസ് ഞാൻ കുറച്ചെടുത്ത് ബാലൻസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ക്രംസ് മുകളിലിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലൂ കളർ നമ്മൾ റെഡ് വെൽവെറ്റ് കൊടുക്കൂലേ, അതുപോലെ ബ്ലൂ കളർ കൊടുത്തിട്ടാണ് കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ നല്ലോണം ചൂടാക്കി. ഞാൻ മുന്നേ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലോണം ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ക്രംസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് നല്ല തരിയായിട്ടുള്ള പൊടി നമുക്ക് അതിനകത്ത് വീഴാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാക്കിയാൽ നമുക്ക് നല്ല ക്രംസ് പെട്ടെന്ന് തന്നെ അരിച്ചതിൻ്റെ മുകളിൽ ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതും അതേപോലെ നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ചെയ്ത സമയത്തൊക്കെ നല്ല ബ്ലൂ കളറായിരുന്നു. പക്ഷേ ഞാൻ ആ ക്രംസ് ചൂടാക്കി പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിന് കളറിന് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീനും ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പിന്നെ അത് തന്നെ ഇട്ട് കൊടുത്തു, കാരണം ഞാൻ അതിൽ നിന്ന് എടുത്ത് വെച്ചിരുന്ന ക്രംസ് അല്ലേ. എന്തായാലും അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഇങ്ങനെയുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ പിന്നെ അറിയാമല്ലോ, അവിടെ എല്ലാം ക്രംസ് വീണിട്ടുണ്ടാവും. പിന്നെ അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കിയ ശേഷം ഇതേപോലെ 2 കളർ കൊടുത്തിട്ടാണ്, 2 കളർ എന്ന് പറയുമ്പോൾ വൈറ്റും ബ്ലൂവും കൊടുത്തിട്ടുള്ള ഒരു ഫ്ലവറാണ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിനുള്ളിലേക്ക് ഒരു സൈഡിലേക്ക് വൈറ്റ് ക്രീമും ഒരു സൈഡിലേക്ക് ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചോ ഇതിനുള്ളിലേക്ക് ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു പൈപ്പിംഗ് ബാഗിനുള്ളിലേക്ക് ഈ കളർ ആയിട്ടുള്ള ക്രീം കൊടുത്തിട്ട് അത് ഇതിനുള്ളിലേക്ക് നോസിലിട്ട ശേഷം ഇതിനുള്ളിലേക്ക് കടത്തിയിട്ട് അത് ഫുള്ളായിട്ട് അങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതേപോലെ തന്നെ വേറൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലേക്ക് വൈറ്റ് ക്രീം കൊടുത്തിട്ട് അതും ഒരു സൈഡിലേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഇതേപോലെ ക്രീം അതിനുള്ളിലേക്ക് ആക്കി കൊടുത്താലും മതി. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ ഈസി ആയിട്ടുള്ള മെത്തേഡ് അതനുസരിച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ വേറൊരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിനുള്ളിലേക്ക് 2 ടൈപ്പ് ക്രീമും കൂടി അതിനുള്ളിലേക്ക് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 2 പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് 2ലേക്കും ഓരോ കളർ ക്രീം, ഒന്നിൽ വൈറ്റും കൊടുത്തു ഒന്നിൽ ബ്ലൂവും കൊടുത്തിട്ട് ആ 2 കൂടി ഈ നോസിലിട്ടിട്ടുള്ള പൈപ്പിംഗ് ബാഗിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മളത് പൈപ്പ് ചെയ്തിട്ട് ആ കവർ മാറ്റി കളഞ്ഞല്ലോ, അത് അങ്ങനെ തന്നെ ആ കവറോടുകൂടി തന്നെ ആ പൈപ്പിംഗ് ബാഗോടുകൂടി തന്നെ ഇതിനുള്ളിലേക്ക് ഇറക്കി കൊടുത്ത് അങ്ങനെ തന്നെ നിർത്തിയിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 2ൻ്റെയും അറ്റം ഒരേപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളിതെല്ലാം ചെയ്ത ശേഷം ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴായാലും അല്ലാതെ പൈപ്പിംഗ് ബാഗ് 2 ഇതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കുന്ന സമയത്തായാലും വേറൊരു പാത്രത്തിലേക്കോ ഇതിലേക്കെങ്കിലും ഒന്ന് പൈപ്പ് ചെയ്ത് കളയണം. അതായത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം വൈറ്റ് ക്രീം മാത്രമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ എന്തിലേക്കെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 2 കളറും വരുന്ന ടൈമിൽ നമുക്ക് കേക്കിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ക്രംസ് മാറ്റാതെ അവിടെ ഫ്ലവർ ചെയ്ത് കൊടുത്താൽ അവിടെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രംസ് അവിടെ നിന്ന് നീക്കിയ ശേഷം അവിടേക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ അവിടെ തന്നെ ഇരുന്നോളും. കുറച്ച് ക്രംസെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ നോസിൽ തട്ടിയിട്ട് അത് തിരിച്ചിങ് വരും. കറക്റ്റ് അവിടെ ഇരിക്കാൻ പാടാണ്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ ഒന്നുകിൽ നമുക്ക് അതിനുള്ളിലേക്ക് ടൂത്ത് പിക്ക് ഉണ്ടല്ലോ അതൊന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുത്താലും മതി, അത് അവിടെ തന്നെ ഇരുന്നോളും. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും കൊടുക്കില്ല, ക്രംസ് മാറ്റിയിട്ട് അവിടെ തന്നെ ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ നൈം എഴുതി കൊടുത്തിട്ടുള്ളത് ഫോണ്ടൻറ്റിലാണ്. അതൊരു ബ്ലൂ ആൻഡ് വൈറ്റിൽ ഒരു മാർബിൾ എഫക്റ്റ് വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്കാണ് പേരെഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ടൊന്ന് സെറ്റാക്കിയപ്പോഴത്തേക്കും ആ കേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്ത് അത്രയും ചെയ്ത് നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കെന്തോ കുറച്ചങ്ങ് സിമ്പിളായി പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ബട്ടർഫ്ലൈ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ബ്ലൂ കളർ ബട്ടർഫ്ലൈ ആണ് കൊണ്ടുവന്നത്, ബ്ലൂ അല്ല ഒരു വയലറ്റ് കളർ. അങ്ങനെ അത് കൊണ്ടുവന്ന് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എത്ര ഒരു മാച്ച് ആയ പോലെ തോന്നിയില്ലേ. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് നല്ല റെഡ് കളർ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് വെച്ചപ്പോൾ കുറച്ചും കൂടെ ഒരു ലുക്ക് വന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റ് 1 kg അപ്പോൾ അത് ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കൊടുത്തിട്ടുള്ള ക്രീമിൻ്റെ കളറെന്ന് പറയുമ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പ്രത്യേകിച്ച് ഡിസൈനൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ടും കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു ഡിസൈൻ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ളായിട്ട് ആ റൗണ്ട് ഫുള്ളായിട്ട് ഫ്ലവർ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ചെയ്ത് എടുത്തത്. പക്ഷേ
പിന്നെ എന്തോ അപ്പോൾ തോന്നിയ ഒരു ഐഡിയയിൽ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അതിന് ഞാൻ കൊടുത്തിട്ടുള്ള കളറെന്ന് പറയുമ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള കളറെന്ന് പറയുമ്പോൾ ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കളറ്. പ്രത്യേകിച്ചൊരു നല്ലൊരു രസമാണ് ആ കളർ കാണാൻ തന്നെ. വീഡിയോയിൽ എത്രത്തോളം ആ കളറിനെ അത്രയും നിങ്ങൾക്ക് വ്യക്തമാണെന്ന് അറിയാൻ വയ്യ, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറാണ്. ഞാൻ മുന്നേ ഒരുപാട് കേക്കുകളിൽ ഈ കളർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ അതിൽ ഗ്രീൻ കുറച്ച് 2 ഡ്രോപ്പ് കൊടുത്തിട്ട് 1 ഡ്രോപ്പ് ബ്ലൂ കൊടുക്കുകയാണെങ്കിൽ അതൊരു കളറായിട്ട് കിട്ടും. അല്ലാതെ നമുക്ക് ബ്ലൂ 2 ഡ്രോപ്പ് കൊടുത്തിട്ട് 1 ഡ്രോപ്പ് ഗ്രീൻ കൊടുക്കുമ്പോൾ അത് വേറൊരു കളർ. അങ്ങനെ 2 കളറിലും ഒന്ന് കൂടുതലും ഒന്ന് കുറവും ചെയ്യുമ്പോൾ ഒരു ടൈപ്പും, ഒന്ന് കൂടുതലും ഒന്ന് കുറവും ചെയ്യുമ്പോൾ വേറൊരു ടൈപ്പും, അങ്ങനെ 2 ടൈപ്പിൽ നമുക്ക് ഈ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ചെയ്തെടുക്കാൻ പറ്റും. നല്ല രസമാണ് ആ കളർ കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു സെൻറ്ററിലുള്ള ഹെയർ ഷേപ്പ് കൊടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാമെന്ന്. ബോർഡർ ഡിസൈനൊന്നും വേണ്ട, സിമ്പിളായിട്ട് ആ മുകളിലത്തെ ഫ്ലവർ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് എങ്ങനെ ചെയ്താലും ഈ ഷേപ്പ് ശരിയായി വരണേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ മുന്നേ ചെയ്യുന്ന സമയത്തും എനിക്ക് പെട്ടെന്ന് ഇത് വരച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം ചെയ്തപ്പോൾ ഫസ്റ്റ് വരയിൽ തന്നെ അതെനിക്ക് ക്ലിയറായി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ ഇതേപോലെ ഫുള്ളായിട്ട് ആ റൗണ്ടല്ല, ആ ഹെയർ ഷേപ്പ് ഫുള്ളായിട്ട് ഇതേപോലെ ഈ നോസിൽ വെച്ചിട്ടുള്ള ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഫ്ലവർ ചെയ്ത് വന്നപ്പോൾ ക്രീം തീർന്നു പോയി. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാമത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ കളർ തന്നെ കിട്ടുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അല്പം കളറൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് കറക്റ്റ് ആ കളർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ കൊടുത്ത ശേഷം ഞാൻ വിചാരിച്ചു പിന്നെ ബോർഡർ ഡിസൈനൊന്നും വേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്ക് എന്തോ പോലെ തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ ബോർഡർ ഡിസൈനും കൂടെ കൊടുത്തിട്ട് ഫോണ്ടൻറ്റിൽ ബ്രഷ് കൊണ്ടാണ് നൈം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു ക്രോസ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ക്രീം വെച്ചിട്ട് എഴുതാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതായിരുന്നു ഈ കേക്കിൻ്റെ വർക്ക്. അപ്പോൾ 2 കേക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അപ്പോൾ കേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോവല്ലേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കണേ.